പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഏതെങ്കിലും സംഘടനകൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ തിരിയുകയല്ല, മറിച്ച് സ്വന്തമായി നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം എ പി ഉസ്താദ് അവർകൾ, SYSന്റെ അനിഷേധ്യരായ നേതാവ്, കാന്തപുരത്തെ തോൽപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? കാന്തപുരം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അവിടെയാണ് തോൽപ്പിക്കലുണ്ടാവുക. ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അടച്ചേക്ഷേപിക്കാനല്ല, ആദർശപരമായി എതിരുള്ള മുഴുവൻ ആളുകളെയും പ്രാമാണികമായി ഗണ്ണിക്കാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ലോകത്തെവിടെയും തയ്യാറായിട്ടുണ്ട്. കേവലമായ ഒരു സംഘടനാപരമായ സങ്കുചിതത്വത്തിലല്ല കാന്തപുരം ഉസ്താദ് അവർകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആദർശപരമായ വീര്യതയിൽ നിന്നുകൊണ്ട് 10,000-കണക്കിന് അനാഥ മക്കളെ സംരക്ഷിക്കുന്ന മഹാനായ ഒരു പണ്ഡിതൻ, മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ മുഴുവനും വിലാസം നേടി മുന്നോട്ട് പോകുന്നവർ, കാരാളിമുക്കിന്റെ ഇട്ടാവെട്ടത്തിൽ നിന്ന് കാന്തപുരം ഉസ്താദിനെ വായിക്കാൻ ശ്രമിക്കാതെ മോനെ വെസ്റ്റ് ബംഗാളിലേക്ക് പോയി നോക്കൂ. കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ ദശക്കണക്കിന് പള്ളികൾ മിനാരമുയർത്തി മാനത്തിന് ചുംബനം കൊടുത്തു നിൽക്കുന്നുണ്ട്. ബോംബെയിലേക്ക് പോയി നോക്കൂ, മീരാ റോഡിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അധ്യക്ഷതയിലുള്ള സ്ഥാപനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയി നോക്കൂ, 10ഓളം ഹോസ്റ്റലുകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ദീനീയായ ശിക്ഷണത്തോടെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും ഉന്നത കാര്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കാരാളിമുക്കിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് മതാധ്യക്ഷതയുടെ മേൽനോട്ടം അവകാശപ്പെടുന്നവർക്ക് ഇതിന്റെ കാമാന്ന് ഏതെങ്കിലും ഒരു അക്ഷരം പറയാൻ അവരുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് കഴിയോ? ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ അമേരിക്കയിലും ഈജിപ്തിലും സിറിയയിലും മൊറോക്കോയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലും ആഫ്രിക്കൻ, ഏഷ്യൻ, അറബ് രാജ്യങ്ങളിലെല്ലാം ഉസ്താദ് പോയി. എവിടെങ്കിലും പോയി ഒരു സിനിമാ നടിയുടെ കൂടെ പോയിരുന്നോ? ഇസ്ലാമിക സംസ്കാരത്തിനെതിരായ വൃത്തികെട്ട ഏതെങ്കിലും സംസ്കാരത്തിലേക്ക് പോയോ? പോയില്ല. ഞങ്ങൾക്ക് ഇസ്ലാമും വിഷയമല്ല, സുന്നത്ത് ജമാഅത്തും വിഷയമല്ല, ഞങ്ങൾക്ക് വേദി കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് നടക്കുന്ന ചില നേതാക്കന്മാരെ തലയിൽ വെച്ചിട്ട് ലോകോത്തര പ്രമുഖന്മാരായ നേതാക്കന്മാരെ മറച്ചു പിടിക്കാമെന്ന് ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതെന്താണ് ഞാൻ പറയേണ്ടി വരുന്നത്? വളരെ സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞങ്ങളുടെ SYS, SSF അതുപോലെയുള്ള ഈ പ്രാസ്ഥാനിക കുടുംബം ഇവിടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്? ഞങ്ങൾക്ക് തീവ്രഭാവമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആദർശത്തിലാണ്. അതിനെയും അയച്ചുവിടാൻ ഞങ്ങൾ തയ്യാറല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെതിരെ എവിടെങ്കിലും ഒരു ശബ്ദമുയരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ നിന്ന് പഠിപ്പിച്ചു തന്ന 20 റക്അത്ത് തറാവീഹിനെതിരെ പള്ളികളും പാടങ്ങളും പ്രസ്താവനകളും ലേഖനങ്ങളും വരുമ്പോ അതിനെ കൃത്യമായി പ്രമാണസിബദ്ധമായി സംസാരിക്കാൻ തയ്യാറായ പണ്ഡിതന്മാരാരാ? മാത്രമല്ല ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവர்கள் ഇവിടെയുള്ള ഇസ്ലാമിക സംസ്കാരത്തെ സംരക്ഷിക്കുവാനാണ് ശ്രമിച്ചത്. ചില ആളുകൾ മദ്രസയിലെ മതപാഠ പുസ്തകങ്ങൾ പോലും മലയാളത്തിലേക്ക് മാറ്റിയിട്ട് കേവലം ഒരു സ്ഥാപനത്തിന്, കേരളത്തിന്റെ തെക്കൻ ജില്ലയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം ഏത് കൊല്ലം നടന്നു എന്ന ഒരു മദ്രസയിലുള്ള മലയാള ബുക്കിലെ അഭ്യാസത്തിൽ പഠിക്കേണ്ടത്. അതേ സമയത്ത് ഞങ്ങളുടെ ഉലമാക്കൾ അങ്ങനല്ല. 25ഓളം അറബി ഗ്രന്ഥങ്ങൾ ലോക ഇസ്ലാമിക സാഹിത്യത്തിന് സമ്മാനിച്ചു ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവറുകൾ. അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അവറുകൾ. ലോകപ്രസിദ്ധമായി തന്നെ ശാഫിഈ പണ്ഡിതന്മാർ മിഷ്കാത്തുൽ മസാബീഹിനെതിരെ പ്രമുഖമായ ശറഹുകളിലൊന്നായി, വ്യാഖ്യാനങ്ങളിലൊന്നായി നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകളുടെ മിർആത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥം 8 വാള്യമുള്ള ഗ്രന്ഥമാണ്. ദർസുകളിൽ ഓടി പഠിക്കുന്ന മിഷ്കാത്തുൽ മസാബീഹ് എന്ന ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്. നിങ്ങൾ യമനിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ ലൈബ്രറിയിൽ മിർആത്തുൽ മഫാത്തിഹ് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബു ഉസ്താദ് അവറുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കോഴിക്കോടുന്നോ കേരളത്തിൽ നിന്നോ മാത്രമല്ല, മറിച്ച് എവിടെ നിന്നാണെന്നറിയുമോ? ഈജിപ്തിലെ ദാറുൽ ബശായിർ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ പുസ്തകം കിതാബുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സയ്യിദുൽ ബശർ എന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ അബുൽ ബശർ എന്ന് പറയുന്ന ഗ്രന്ഥം യുഎഇയിലെ ഔഖാഫിന്റെ അംഗീകാരത്തോടെ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ലോകപ്രസിദ്ധ പ്രസാധകന്മാർ നമ്മുടെ ഉസ്താദുമാരുടെ രചനകൾ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴും ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട, നിങ്ങളുടെ പരിപാടി പറ്റില്ല എന്നേ ഉള്ളൂ എന്ന വിചാരം ചില മനസ്സിലുണ്ടെങ്കിൽ അവർക്കറിയാത്തതുകൊണ്ടാണ്. മാപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നാം നമ്മുടെ പണ്ഡിതന്മാര് ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് തിരിച്ചറിയണം. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാര് വീട്ടിലിരുന്ന് വിശ്രമിക്കുകയല്ല, കേവലം ഒരു പള്ളിയുടെ മിമ്പറും മിഹ്റാബുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയല്ല. ലോകരാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാമിക ഉന്നതിക്ക് വേണ്ടി കടന്നു ചെന്ന് ഈ സമുദായത്തെ എങ്ങനെയെങ്കിലും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് പ്രായം മറന്ന് ആരോഗ്യം മറന്ന് ഓരോ നിമിഷവും ഒരു യുഗത്തിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് മഹാന്മാരായ ഉസ്താദുമാർ. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാസ്ഥാനിക കുടുംബം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്താണ്? ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവറുകൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അത്രയും കൃത്യമായ ഒരു സമുദായത്തെ നയിച്ച് മാതൃകായോഗ്യമായി മുന്നോട്ട് പോകുമ്പോ ഈ പ്രസ്ഥാനത്തെ ദയവ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. കാന്തപുരം ഉസ്താദിന്റെ മുന്നേറ്റം എവിടെയുണ്ടായി? ഒന്നുമില്ലെങ്കിൽ മനോരമ പത്രത്തിന്റെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കണം. അതിൽ എഴുതിയിട്ടുണ്ട്, മതപണ്ഡിതന്മാർക്ക് പ്രൊഫഷണൽ സ്വഭാവം കൊണ്ടുവന്ന കേരളത്തിലെ പണ്ഡിതനാരാ? മനോരമക്കാരന്റെ കാഴ്ചപ്പാടിൽ സൈറ്റിൽ എഴുതിയിട്ടുണ്ട്, കാന്തപുരം ഉസ്താദ് അവറുകളാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗം ചേരാതെ രാഷ്ട്രീയ ഭരണാധികാരികളുടെ മുമ്പിൽ പോയി ഇസ്ലാമിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, അതുപോലെ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു പ്രാസ്ഥാന നായകൻ ആരാണുള്ളത് വേറെ? ഇതുപോലെ കണിശമായ കാൽവെപ്പിലൂടെ വ്യക്തമായ സംഘടനാ ചിട്ടയിലൂടെ മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാം ആരെയും ആക്ഷേപിക്കേണ്ടവരല്ല, നാം ആരുടെയും കുറ്റവും കുറവും നോക്കേണ്ടവരല്ല. നമുക്ക് ചിലതിവിടെ ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് വേറെ പ്രസ്ഥാനത്തിന്റെ ന്യൂനത നോക്കലല്ല, നമുക്ക് ഈ യുഗത്തെ മാറ്റി എഴുതേണ്ടവരാണ്. ചെറുപ്പക്കാരെ, നമുക്ക് ചിലതിവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഇവിടെ നടപ്പിലാകാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി, സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തെ ആ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാനുള്ള മാനസിക വിചാരങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന പുറം ലോകത്ത് നിന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.